നമ്മളുടെ പലപ്പോഴുമുള്ള പ്രാർത്ഥനകളിൽ വരുന്നൊരു വിഷയമാണ് ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് എന്നെ നിറയ്ക്കണമേ, അല്ലെങ്കിൽ ദൈവമഹത്വം എന്നെ കാണിച്ചു തരണമേ എന്ന് നമ്മളിൽ പലരും പലപ്പോഴുമായി പ്രാർത്ഥിക്കാറുണ്ട്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്. വെൽക്കം ടു another എപ്പിസോഡ് ഓഫ് കിങ്ഡം ലൈഫ്. നമ്മളിൽ പലരും കേട്ട് പരിചയിച്ചിട്ടുള്ള വാക്കാണ് ദൈവമഹത്വം അല്ലെങ്കിൽ ദ ഗ്ലോറി ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു. എന്താണ് ദൈവമഹത്വം അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഗ്ലോറി ഓഫ് ഗോഡ്? ആ വാക്കിൻ്റെ അർത്ഥം വരുന്നത് ഇങ്ങനെയാണ്: ഇറ്റ്സ് എ വിസിബിൾ ബ്യൂട്ടി, ഓണർ, ഗ്രേറ്റ്നെസ് ആൻഡ് വർത്ത് ഓഫ് സംവൺ, സ്പെഷ്യലി ദ മാജസ്റ്റിക് പവർ ആൻഡ് ദ ക്യാരക്ടർ ഓഫ് ഗോഡ്. ഒരാളുടെ ദൃശ്യമായ സൗന്ദര്യം, ബഹുമാനം, മഹത്വം, മൂല്യം എന്നിവയെ സൂചിപ്പിക്കുന്ന, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ മഹത്തായ സാന്നിധ്യത്തെയും സ്വഭാവത്തെയും സൂചിപ്പിക്കുന്ന വാക്കാണ് ദൈവമഹത്വം എന്ന് പറഞ്ഞാൽ. സോ ദാറ്റ് മീൻസ് ഗ്ലോറി ക്യാൻ ബി സീൻ. ദൃശ്യമായ സൗന്ദര്യം, ദൈവത്തിൻ്റെ മഹത്വം കാണാൻ സാധിക്കുന്ന ഒന്നാണ്, നമ്മൾക്ക് നോക്കാൻ സാധിക്കുന്ന ഒന്നാണ്, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ. അത് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്, ആദ്യമായിട്ട് വചനത്തിൽ അത് പറയുന്നത് എക്സഡസ് 33:19, പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ 33-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിലാണ് ആദ്യമായിട്ട് പറയുന്നത്. മോശയ്ക്ക് ദൈവത്തിനോടുള്ള ഒരു പ്രാർത്ഥനയായിട്ട് അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എക്സഡസ് 33:19 goes like this: ഗോഡ് ഷോ മീ യുവർ ഗ്ലോറി. ദൈവമേ, എന്നെ അങ്ങയുടെ മഹത്വം കാണിക്കണമേ. മോശ ദൈവത്തിനോട് ചോദിക്കുവാണ്, ഗോഡ് ഷോ മീ യുവർ ഗ്ലോറി, അങ്ങയുടെ മഹത്വം എന്നെ ഒന്ന് കാണിക്കണമേ. സോ ഞാൻ ഈ ഒരു വചനം കഴിഞ്ഞ 1-2 മാസമായിട്ട് എൻ്റെ ഉള്ളിൽ ഉള്ളൊരു വചനമാണ്. സോ ഐ വാസ് പോണ്ടറിങ് ഓൺ ദിസ് വേഴ്സ് എവറി ഡേ. സോ മോശ ദൈവത്തിനോട് ചോദിച്ചത്, എനിക്ക് അങ്ങയുടെ മഹത്വം അനുഭവിക്കണം എന്നല്ല, എനിക്ക് അങ്ങയുടെ മഹത്വം കേൾക്കണം എന്നല്ല, എനിക്ക് അങ്ങയുടെ മഹത്വം തൊടണം എന്നല്ല. ബട്ട് ഹി ആസ്ക്ഡ്, ഷോ മീ യുവർ ഗ്ലോറി, എന്നെ അങ്ങയുടെ മഹത്വം കാണിക്കണമേ. ദാറ്റ് മീൻസ് ഹിസ് ഗ്ലോറി ക്യാൻ ബി സീൻ. അപ്പോൾ എന്നെ അതിശയിപ്പിച്ചത് ദൈവത്തിൻ്റെ മറുപടിയാണ്. ദൈവം മോശയോട് മറുപടിയായിട്ട് പറയുവാണ്, ഞാൻ നിന്നെ എൻ്റെ മഹത്വം കാണിക്കാം എന്നല്ല, ബട്ട് ഐ വിൽ ലെറ്റ് ഓൾ ഓഫ് മൈ ഗുഡ്നെസ് ടു പാസ് ബിഫോർ യു. ഞാൻ എൻ്റെ സകല നന്മയും നിന്റെ മുന്നാകെ കടന്നു പോകാൻ അനുവദിക്കാം. എൻ്റെ മഹത്വം ഞാൻ നിന്നെ കാണിച്ചു തരാമെന്നല്ല, ബട്ട് ഐ വിൽ allow all my goodness to pass before you. എൻ്റെ സകല നന്മയും നിന്റെ മുന്നാകെ കടന്നു പോകാൻ ഞാൻ അനുവദിക്കാം. അതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, ദൈവമഹത്വം ക്യാൻ ബി ഈക്വൽ ടു ദ ഗുഡ്നെസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ നന്മയും നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒന്നല്ല, ബട്ട് ദൈവത്തിൻ്റെ ഗുഡ്നെസ് എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ നന്മ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ലൈഫിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്, നമ്മുടെ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. സോ വാട്ട് ഈസ് ദ ഗുഡ്നെസ് ഓഫ് ഗോഡ്? എന്താണ് ദൈവത്തിൻ്റെ നന്മ എന്ന് പറയുന്നത്? ഞാൻ പറയും, ദൈവത്തിൻ്റെ നന്മ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ലാക്ക് ഇല്ലാത്ത അവസ്ഥ, ഒരു കുറവുകളില്ലാത്ത അവസ്ഥയെ ദൈവത്തിൻ്റെ നന്മയായിട്ട് നമുക്ക് കാണാം. സങ്കീർത്തനം 23-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സങ്കീർത്തനമാണ്. 23:1 ഇങ്ങനെ പറയുന്നു, കർത്താവ് എൻ്റെ ഇടയൻ, ഹി ഈസ് മൈ ഷെപ്പർഡ്, ദ ലോർഡ് ഈസ് മൈ ഷെപ്പർഡ്, ഐ ഷാൽ നോട്ട് വാണ്ട്. എനിക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവത്തില്ല, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. ഐ ഷാൽ നോട്ട് വാണ്ട്, ഐ ഷാൽ നോട്ട് ലാക്ക് എനിത്തിങ്. എനിക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവത്തില്ല. അതേ സങ്കീർത്തനം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്,
ഹിസ് ഗുഡ്നെസ് ഷൽ ഫോളോ മീ, ഹിസ് ഗുഡ്നെസ് ആൻഡ് മേഴ്സി ഷൽ ഫോളോ മീ ഓൾ ദ ഡേയ്സ് ഓഫ് മൈ ലൈഫ്. എന്ന് പറഞ്ഞാൽ അവൻ്റെ നന്മയും അവൻ്റെ കരുണയും എന്നെ എന്നാളും പിൻപറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അവിടെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ നന്മ എന്ന് പറഞ്ഞാൽ നിനക്കൊരു കുറവില്ലാത്ത അവസ്ഥ. നിങ്ങൾക്ക് ഏത് വിഷയമാണ് ഒരു കുറവായിട്ട് ഈ ജീവിതത്തിൽ അനുഭവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ ഒരു സൗഖ്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള വിഷയമായിരിക്കാം, അല്ലെങ്കിൽ ബന്ധങ്ങളുടെ ഒരു വിഷയമായിരിക്കാം, അല്ലെങ്കിൽ കുറവുകളില്ലാത്ത മനുഷ്യരില്ല. കുറവുകൾ നിങ്ങളുടെ സ്വഭാവത്തിലെ ഒരു വിഷയമായിരിക്കും, നിങ്ങളുടെ ക്യാരക്ടർ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു വിഷയമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആങ്കർ ഇഷ്യൂസ് ആയിരിക്കാം. ഏത് വിഷയമാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതൊക്കെ മാറ്റാൻ സാധിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ ഗുഡ്നെസ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നന്മ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതാണ് സങ്കീർത്തകൻ പറയുന്നത്, ഐ ഷാൽ നോട്ട് ലാക്ക് എനിത്തിങ്. എന്നിട്ട് അത് അവസാനിക്കുന്നത്, ഹിസ് ഗുഡ്നെസ് ആൻഡ് ഹിസ് മെഴ്സി ഷൽ ഫോളോ മീ ഓൾ ദി ഡേയ്സ് ഓഫ് മൈ ലൈഫ്. അവൻ്റെ നന്മ എന്നെ പിന്തുടരുന്നത് കൊണ്ട്, അവൻ്റെ നന്മ ഞാൻ എവിടേക്ക് പോയാലും എൻ്റെ പുറകെ, എൻ്റെ പിന്നാലെ വരുന്നത് കൊണ്ട് എനിക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവത്തില്ല. ഐ ഷൽ നോട്ട് ലാക്ക് എനിത്തിങ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സോ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങുക എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ മഹത്വം നീ കാണുക എന്ന് പറഞ്ഞാൽ, അവൻ്റെ ഗുഡ്നെസ് നിന്റെ ലൈഫിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിനെയാണ് ഹല്ലേലൂയ, ഹിസ് ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സോ ദിസ് ഗ്ലോറി ക്യാൻ ബി സീൻ. ഈ മഹത്വം കാണാൻ സാധിക്കുന്ന ഒന്നാണ്. നിന്റെ ജീവിതത്തിൽ കാണാൻ മനുഷ്യർക്ക് നോക്കുമ്പോൾ, മറ്റുള്ളവർക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ മഹത്വം. നിന്റെ അയൽവാസികൾക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശയോട് ദൈവം പറഞ്ഞു, ദൈവമേ എന്നെ നിന്റെ മഹത്വം കാണിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, എൻ്റെ നന്മ, എൻ്റെ സകല നന്മയും നിന്റെ മുന്നാകെ കടന്നു പോകാൻ ഞാൻ അനുവദിക്കും. അതിനുശേഷം പറയാണ്, എൻ്റെ സകല മഹത്വത്തോടും കൂടി നിനക്ക് എന്നെ കാണാൻ, എൻ്റെ മുഖത്തേക്ക് നോക്കാൻ സാധ്യമല്ല. പക്ഷേ എൻ്റെ അരികിലൊരു സ്ഥലമുണ്ട്. ഐ ഹാവ് എ പ്ലേസ് ബൈ മീ ആൻഡ് ഇഫ് യു സ്റ്റാൻഡ് ഓൺ ദാറ്റ് റോക്ക് ഐ വിൽ കവർ യു വിത്ത് മൈ ഹാൻഡ്. നീ ഈ പാറയുടെ പിളർപ്പിൽ നീ നിൽക്കുവാണെങ്കിൽ എൻ്റെ കൈ കൊണ്ട് ഞാൻ നിന്നെ കവർ ചെയ്യാം, എൻ്റെ കൈ കൊണ്ട് ഞാൻ നിന്നെ മറയ്ക്കാം, ഞാൻ നിന്നെ കടന്നു പോയ ശേഷം എൻ്റെ പിൻഭാഗം നിനക്ക് കാണാൻ സാധിക്കും. കാരണം ദൈവത്തിനെ മുഖാമുഖം കാണുക എന്നുള്ളത്, ദൈവത്തിൻ്റെ സകല മഹത്വത്തോടും കൂടി കാണുക എന്നുള്ളത് മനുഷ്യനെ കൊണ്ട് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. നിനക്കതിന് ശേഷം ജീവിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് എൻ്റെ ഒരു വശം മാത്രം ഞാൻ നിന്നെ കാണിക്കാം, എൻ്റെ കൈ കൊണ്ട് ഞാൻ നിന്നെ മറയ്ക്കാം, സോ ദാറ്റ് യു ഡോണ്ട് ഡൈ. ഹല്ലേലൂയ. ഇവിടെ ദൈവം മോശയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഫേവർ ചെയ്യുവാണ്. മോശ ചോദിച്ചതിൻ്റെ വലിപ്പം എന്താണെന്ന് മോശയ്ക്ക് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. മോശ ചോദിച്ചത് എത്ര 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 വലിയൊരു കാര്യമാണ് എന്ന് മോശയ്ക്ക് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് ദൈവം മോശയോട് ഒരു ഫേവർ ചെയ്യാണ്. യു കനോട്ട് സീ ഓൾ ഓഫ് മൈ ഗ്ലോറി. എൻ്റെ മഹത്വം പൂർണ്ണമായിട്ട് നിനക്ക് കാണാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരു ഫേവർ ചെയ്യാം. I will cover you so that you don't die, but still you can see a glimpse of my glory. എൻ്റെ മഹത്വത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ നിന്നെ കാണിക്കാം. How beautiful our God is. Hallelujah, hallelujah. പക്ഷേ ദൈവം മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കും. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ മഹത്വം പൂർണ്ണമായിട്ടും വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാം. പഴയ നിയമത്തിൽ ഞാൻ പറഞ്ഞു, ദൈവം പറയാണ്, എൻ്റെ മഹത്വം നിനക്ക് കാണാൻ സാധിക്കാത്തത് കൊണ്ട് അതിൻ്റെ ഒരു ഭാഗം ഞാൻ കാണിക്കാം എന്ന് ദൈവം പറയുമ്പോൾ, പുതിയ നിയമത്തിൽ ദൈവം മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്, ഹി റിവീൽഡ്
all of his glory. ദൈവം തൻ്റെ മഹത്വം പൂർണ്ണമായിട്ടും വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാം. ദൈവത്തിൻ്റെ സകല നന്മയും സകല കരുണയും, all of his goodness, all of his glory ഒരു പോയിന്റിൽ വന്നിട്ട്, ഒരു ഫോക്കൽ പോയിന്റിൽ വന്നിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് കാണാം. അതെവിടെയാണ്? ഇറ്റ് ഈസ് അറ്റ് ദി ക്രോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ കുരിശിൽ he displayed all of his glory, all of his goodness, all of his mercy in one place, that was the Calvary of Jesus Christ. Hallelujah. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ 2 കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, For he hath made him to be sin for us, who knew no sin, that we might be made the righteousness of God in him. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. വാവ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വേഴ്സ്. അവിടെ പറയാണ്, പാപം അറിയാത്തവനെ ദൈവം പാപമാക്കി മാറ്റി. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് വേണ്ടി. പാപം അറിയാത്തവനായ യേശു ക്രിസ്തുവിനെ, തൻ്റെ സ്വന്തം പുത്രനെ അവൻ പാപമാക്കി മാറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കറിയത്തില്ല അതിൻ്റെ ആഴത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയാണ്, that you may understand, that God may reveal the depth of that verse to you. ഇവിടെ one who knew no sin became sin for us, that we may become his righteousness. ഒരാളുടെ പാപം കാരണം ഈ ഭൂമിയിൽ മുഴുവൻ നമ്മളെല്ലാവരും പാപികളായി മാറിയെങ്കിൽ, ഒരാളുടെ നീതി മൂലം നമ്മൾ ഓരോരുത്തരെയും സകലരെയും നീതീകരിച്ച ദൈവത്തിൻ്റെ സ്നേഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും എന്നോട് ചോദിക്കും, സി ആഡത്തിൻ്റെ അല്ലെങ്കിൽ ഈവിൻ്റെ ഒരാളുടെ പാപം കാരണം നമ്മളെല്ലാവരും പാപികളായി എന്ന് പറയുന്നത്, നമ്മൾ എല്ലാവരും ജനിക്കുന്നതിന് മുന്നേ തന്നെ പാപികളായി എന്ന് പറയുന്നത് അൺഫെയർ അല്ലേ? അതൊരു നീതിയല്ലല്ലോ. നമ്മൾ പാപം ചെയ്യുന്നുണ്ട്, അതല്ല ഞാൻ പറഞ്ഞത്. ഒരാളുടെ പാപം, ബൈബിൾ സേസ് ദാറ്റ് ആഡത്തിൻ്റെ അല്ലെങ്കിൽ ആദത്തിൻ്റെ അല്ലെങ്കിൽ ഹവ്വയുടെ പാപം കാരണം നമ്മളെല്ലാവരും പാപികളായി എന്നെങ്ങനെ പറയാൻ പറ്റും? അത് നമ്മളല്ലല്ലോ ചെയ്തത് ആ പാപം. അപ്പം അത് നീതിയല്ലല്ലോ, അത് ന്യായമല്ലല്ലോ എന്ന് എൻ്റെ ഹസ്ബൻഡ് ഇടയ്ക്ക് എന്നോട് ചോദിക്കും. അപ്പം ഞാൻ പറയുന്ന ഒരു മറുപടിയാണ് ഈ വചനത്തിലുള്ളത്. ഒരാളുടെ പാപം കാരണം സകലരും പാപികളായത് നീതിയല്ലെങ്കിൽ, ന്യായമല്ലെങ്കിൽ, ഒരാളുടെ നന്മ കാരണം സകലരും നീതിമാന്മാരായതും നീതിയല്ലല്ലോ, ന്യായമല്ലല്ലോ. പക്ഷെ ആ ന്യായം ദൈവം ചെയ്തതിനെയാണ് അവൻ്റെ നന്മ എന്ന് പറയുന്നത്, അവൻ്റെ ഗുഡ്നെസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. I don't know how many of you get what I am saying. യേശുവിൻ്റെ ഒരാളുടെ നന്മ കാരണം, ഒരാളുടെ നീതി കാരണം സകലരെയും അവൻ നീതീകരിച്ചു. നമ്മളുടെ നീതി കൊണ്ടല്ല, അവൻ്റെ നീതി കൊണ്ട്. ആദത്തിൻ്റെ ഒരാളുടെ പാപം കൊണ്ട് സകലരും പാപികളായെങ്കിൽ ഒരാളുടെ നീതി കാരണം സകലരും നീതീകരിക്കപ്പെട്ടു. ഇനി എനിക്ക് എൻ്റെ പാപത്തിന് വേണ്ടി ഞാനായിട്ട് പരിഹാരം ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഹി ഓൾറെഡി ഡിഡ് ഇറ്റ് ഇൻ ദ ക്രോസ്. അവൻ എനിക്ക് മുന്നേ he did the perfect sacrifice in the cross. ഹല്ലേലൂയ. അവൻ കുരിശിൽ സകലർക്കും വേണ്ടിയിട്ടുള്ള പാപം പേറി, അവൻ പാപം അറിയാത്തവൻ പാപമായി മാറിയവനാണ്. ഹല്ലേലൂയ. അവൻ ചെയ്ത പാപത്തിനല്ല അവൻ പരിഹാരം ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാക്കിയുള്ള സകലർക്കും വേണ്ടിയിട്ട് പാപപരിഹാര ബലിയായവനാണ് യേശു ക്രിസ്തു. അവൻ്റെ നീതി കാരണം, അവൻ്റെ നന്മ കാരണം, ഹല്ലേലൂയ, നമ്മളെല്ലാവരും ആ പാപത്തിൽ നിന്ന് മോചിക്കപ്പെട്ടു, നമ്മളെല്ലാവരും നീതീകരിക്കപ്പെട്ടു. ദിസ് ഈസ് ദ ഗുഡ്നെസ് ഓഫ് ഗാഡ്. ഞാൻ ആദ്യം പറഞ്ഞു, മോശയ്ക്ക് നോക്കാൻ സാധിക്കാതിരുന്ന ആ മഹത്വം, മോശയ്ക്ക്
മുഖാമുഖം കാണാൻ സാധിക്കാതിരുന്ന ആ ദൈവത്തിൻ്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തിയത് യേശു ക്രിസ്തുവിൻ്റെ കുരിശിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ജീസസ് is the brightness of the Father's glory and the express image of his person. He is the brightness of his Father's glory. പിതാവിന്റെ മഹത്വത്തിന്റെ തിളക്കമാണ് യേശു. പഴയ നിയമത്തിൽ ഈ മഹത്വം നോക്കുന്നവർ മരിച്ചു വീഴുമായിരുന്നു. പഴയ നിയമത്തിൽ ഈ മഹത്വത്തിന്റെ അടുത്ത് വരുന്നവര്, ഹല്ലേലൂയ, മോശയോട് ദൈവം കൽപ്പിച്ചു, മലയുടെ മുകളിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുമ്പോൾ ആ മലയുടെ കീഴെ അതിന്റെ അടുത്ത് ആർക്കും വരാൻ സാധിക്കത്തില്ല. കാരണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മരിച്ചു വീഴും ദൈവത്തിന്റെ പരിശുദ്ധി കാരണം. ആ മഹത്വം, ആ ഭയാനകമായ മഹത്വം, ആ അടുത്തുകൂടാൻ സാധിക്കാത്ത ആ മഹത്വം, ഹല്ലേലൂയ, പുതിയ നിയമത്തില് യേശുവിന്റെ കുരിശിലൂടെ, യേശു ക്രിസ്തുവിലൂടെ ദൈവം റിവീൽ ചെയ്തു മനുഷ്യന്. Hallelujah. And I love this verse from Hebrews 1:3. He's saying Jesus is the brightness of his glory. ദൈവത്തിന്റെ മഹത്വത്തിന്റെ തിളക്കമാണ് യേശു. ഹല്ലേലൂയ. എന്നിട്ട് സങ്കീർത്തനം 34-ന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെയും കൂടെ പറയുന്നു: Those who shall look at him shall be radiant and they shall never be ashamed. അവനിലേക്ക് നോക്കുന്നവര് പ്രകാശിതരായി, അവരുടെ മുഖം വാടിയില്ല. ഹല്ലേലൂയ. അവര് മാനം കെട്ട് പോയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനിലേക്ക് നോക്കുന്നവൻ പ്രകാശിക്കും. നമ്മൾക്ക് ദൈവത്തിന്റെ അല്ലെങ്കിൽ പിതാവിങ്കിലേക്ക് നമുക്ക് നോക്കാൻ സാധിക്കത്തില്ലായിരുന്നു. പക്ഷേ പുത്രൻ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പുത്രനിലേക്ക് നോക്കാം. ഹി ഈസ് ദ ഇമേജ് ഓഫ് ദ ഫാദർ. പിതാവിന്റെ ഒരു പിക്ചർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ജീസസ്. ഹല്ലേലൂയ. പിതാവിന്റെ ഒരു പിക്ചർ എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ he is called Jesus. He is the express image of the Father. ഹല്ലേലൂയ. അവനിലേക്ക് നോക്കിയവര് ആരും ലജ്ജിതരായില്ല, അവരുടെ മുഖം പ്രകാശിച്ചു. അതുകൊണ്ട് നീ നിന്റെ പാപത്തിന് വേണ്ടി പാപ പരിഹാരങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. പണ്ട് പഴയ നിയമത്തില് അവര് നിയമങ്ങളുടെ ചട്ടങ്ങളിൽ ജീവിച്ചിരുന്നവരാണ്. അവരുടെ പാപങ്ങൾ കാരണം അവര് വർഷാവർഷങ്ങൾ അവര് ബലി കൊടുക്കേണ്ടി വന്നു. അവർക്ക് ഈ ഓരോ ചട്ടങ്ങളും ചടങ്ങുകളും ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. അവരുടെ പാപങ്ങൾ കാരണം അവർക്ക് ദൈവസന്നിധിയിലേക്ക് വരാൻ സാധിച്ചില്ല. ഹല്ലേലൂയ. പക്ഷെ പുതിയ നിയമത്തില് യേശുക്രിസ്തു നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി പാപ പരിഹാരം ആയതുകൊണ്ട് ഇനി നീ ഒന്നും ചെയ്യേണ്ട ആവശ്യം. യു ഡോണ്ട് ഹാവ് ടു പെർഫോം, യു ഡോണ്ട് ഹാവ് ടു ഡു എനിത്തിങ്. ഇറ്റ്സ് ബൈ ഗ്രേസ് യു ആർ സേവ്ഡ്. നീ കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്. അത് കൃപയാൽ നീ സ്വീകരിക്കണം. ഇറ്റ്സ് എ ഗിഫ്റ്റ്, ഇറ്റ്സ് എ ഫ്രീ ഗിഫ്റ്റ്. നിങ്ങൾ ആരെങ്കിലും വീണ്ടും ജനിച്ചിട്ടില്ലെങ്കിൽ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആത്മാവിനാൽ വീണ്ടും ജനിച്ചവരല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നോ ക്രൈസ്റ്റ്, നോ ജീസസ് ക്രൈസ്റ്റ്. കം ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് അക്സെപ്റ്റ് ഹിം ആസ് യുവർ സേവിയർ, അക്സെപ്റ്റ് ഹിം ആസ് യുവർ ലോർഡ് ആൻഡ് യുവർ സേവിയർ. അതാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. Hallelujah. And when you come to him, he will redeem you, he will save you, he will carry you. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളായിട്ട് നിങ്ങളുടെ പാപത്തിന് വേണ്ടിയിട്ട് നിങ്ങളായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഹി ഡിഡ് എവറിത്തിങ് ഓൺ ദി ക്രോസ്. ഹല്ലേലൂയ. നിങ്ങൾ രോഗത്തിലൂടെ പോകുവാണെങ്കിലും, നിങ്ങൾ ശാരീരികമായ അസ്വസ്ഥതകളിലൂടെ പോവുകയാണെങ്കിലും, ദൈവത്തിന്റെ വചനം പറയുന്നു, ബൈ ഹിസ് സ്ട്രൈപ്സ് യു ആർ ഹീൽഡ്. അവന്റെ മുറിവിനാൽ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ശാപങ്ങൾ, നിങ്ങളുടെ പാപങ്ങൾ, നിങ്ങളുടെ രോഗങ്ങളെല്ലാം ആ കുരിശിൽ, ആ ആണിയോട് അടിച്ചു, ആണിയോട് തറച്ചു. ഹല്ലേലൂയ. ഇനി യു ഡോണ്ട് ഹാവ് ടു ഗോ ത്രൂ ഓൾ ദീസ്. ഇഫ് യു ഗോയിങ് ത്രൂ സം പെയിൻ, ഇഫ് യു ഗോയിങ് ത്രൂ സം സ്ട്രഗിൾസ് ഇൻ ലൈഫ്, ഇഫ് യു ഗോയിങ് ത്രൂ സം റിലേഷൻഷിപ്പ് പ്രോബ്ലംസ്, ഇഫ് യു ഗോയിങ് ത്രൂ സം ഡെത്ത്സ്, ഹല്ലേലൂയ, എന്ത് പ്രോബ്ലം ആയിക്കോട്ടെ, യു ഹാവ് വൺ പേഴ്സൺ ടു ലുക്ക് അൺ ടു. ഹിസ് നെയിം ഇസ് ജീസസ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് നോക്കാൻ ഒരു സ്ഥലമുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് നോക്കാൻ ഒരു മുഖമുണ്ട്. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തിയിരിക്കുന്നത് യേശുവിന്റെ മുഖത്തിലാണ്.
അവനാണ് പിതാവിൻ്റെ മഹത്വത്തിൻ്റെ തിളക്കം. ഹല്ലേലൂയ. അവനിലേക്ക് നോക്കിയവരാരും മാനം കെട്ട് പോയിട്ടില്ല, ലജ്ജിതരായിട്ടില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾക്കിനി പിതാവിൻ്റെ അടുത്തേക്ക് പോകാൻ, പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ നിങ്ങൾക്ക് മല കയറേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മെഴുകുതിരി കത്തിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഓരോ ചടങ്ങുകൾ ചെയ്യേണ്ട, ബാഹ്യമായ ചടങ്ങുകൾ ചെയ്യേണ്ട ആവശ്യമില്ല. Hallelujah. You can go to your room, you can kneel down and you can just talk to God like he is your father because of Jesus. You can go to the throne room of God by the blood of Jesus. യേശുവിൻ്റെ രക്തം കൊണ്ട് നിങ്ങൾക്ക് പിതാവിൻ്റെ സന്നിധിയിൽ ധൈര്യമായിട്ട് ബോൾഡായിട്ട് കയറി ചെല്ലാനുള്ള സകല അവകാശങ്ങളുണ്ട്, ബിക്കോസ് ഓഫ് ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.